It's me, Amal. Guys, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത ആരും അറിയാത്ത ഒരു ഹിഡൻ പ്ലേസിലേക്ക് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ അവിടം വരെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ നമ്മൾ ഇൻട്രോ എടുത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും ഈ മലയുടെ മേളിലാണ് നിൽക്കുന്നത് ഗൈസ്. ആർക്കും ഈ മല ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ല, പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ആ സ്ഥലമാണ് പൊയ്യാലിമല എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെയല്ലേ? അതെ, പൊയ്യാലിമല. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ പൊയ്യാലിമലയിലാണ് നിൽക്കുന്നത്. പൊയ്യാലിമലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലും ഈ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാമുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം അത്ര മോശമായിട്ടുള്ള രീതിയിലല്ല കിടക്കുന്നത്, എങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അഴുക്കോ പേപ്പറോ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ആരും ഈ സ്ഥലത്തെ വളരെ മലിനമാക്കിയിട്ടില്ല. എങ്കിലും നല്ല നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ ചേട്ടന്മാർ ബിയറിൻ്റെ ബോട്ടിലൊക്കെ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തള്ളിയിട്ടുണ്ട്. കുറേ ഉണ്ട് ഇതിലൂടെ, ഈ പാറയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട്. അതുമാത്രമാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ കൂടെയുള്ള കുറേ റബ്ബറും കൂടി കാണാം. പിന്നെ അതേ കാണുന്ന മലനിരകൾ കാണാം. ഇത് ഞാനൊരു സൈഡിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണം കൊണ്ട് തന്നെ ഒരു സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ആദ്യം തന്നെ ഇൻട്രോയോട് ഒത്തുള്ള ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളും കുറച്ചുകൂടെ ഏരിയാസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. എന്തായാലും ഇതേ കാണുന്നത് അവിടെ ഒരു ചർച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. ഇത് ആ തെങ്ങിൻ്റെ പുറകിലൊരു ചർച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതേ കാണുന്നതെല്ലാം ഒരു കോളേജാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇതേ കാണുന്ന മൂവാറ്റുപുഴ ടൗണും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ഒത്തിരി വലിയ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നിരുന്ന്, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ചുമ്മാ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ആരും തന്നെ അങ്ങനെ വ്ളോഗിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങനെ ചെയ്തിട്ട് ആരും അറിയപ്പെടാത്തൊരു കിടക്കുന്നൊരു സ്ഥലമായത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ സ്ഥലത്തെക്കുറിച്ച് പൊയ്യാലിമലയെക്കുറിച്ച് ചെയ്യാനുള്ളൊരു കാരണം. ഞാനും സത്യം പറഞ്ഞാൽ അറിഞ്ഞത് ഒരു മാസം മുമ്പാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട്, ഈ സ്ഥലത്തേക്ക് ഇവിടെ ഉള്ളവരൊക്കെ വന്ന് കയറിയിരുന്ന് പോകാറുണ്ടെന്നുള്ള കാര്യമൊക്കെ. എന്താ പറയുക, കുറച്ച് പാറകളും കുറച്ച് മരങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പാകത്തിന് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നല്ല സ്ഥലമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരുന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ അടിപൊളി സംഭവം കൊള്ളാം. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു മരത്തിപ്പുണ്ട്. ആ മരം മാത്രമാണ് ഇവിടെ ഒരു തണൽ വൃക്ഷമായിട്ടുള്ളൂ. ഞാനീ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4, 4:30, 5 മണി ആ ഒരു സമയമൊക്കെയാണ്. അപ്പോഴും നല്ല വെയിലൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൊട്ടത്തലയും കൂടെ ആയത് കാരണം കൊണ്ട് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെവിടെ തെങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം അവിടെയും പറയാം, എവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പറയാണ് ഗൈസ്. അത് കാരണം കൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം കയറിയിരിക്കാം. എങ്ങനെയുണ്ട്? നൈസല്ലേ? അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കേൾപ്പിക്കാം, എന്ത് വേണേലും കാണിക്കാം. ഏതായാലും സംഭവം അടിപൊളിയാണ്. ഇതെങ്ങോട്ട് നോക്കൂ ഗൈസ്, കാക്ക പറക്കുന്നു പോകണം. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു വേണമെങ്കിൽ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരിക്കാം. ഇവിടെ കോളേജ് പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആമിന ഫർസാൻ നിങ്ങൾ വന്ന വഴിക്ക് എൻ്റെ പേരും ഏതൊരു പെണ്ണിൻ്റെ പേരും കൂടെ എഴുതി വെച്ചിട്ടുള്ള ഒരുത്തൻ. എന്തിനാണെന്നറിയാൻ പാടില്ല, എൻ്റെ പേര് അമൽ എന്നാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമലും ബേസിലുമാരുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ കാര്യത്തിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ജാതി തിരിച്ച് പറയുന്നതല്ല, ഹിന്ദുക്കൾ പൊതുവേ ഒരു 90 കിഡ്സിനൊക്കെ ഉണ്ടാകുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഇട്ടിരിക്കുന്ന പേര് ഒന്നെങ്കിൽ അമൽ, ഒന്നെങ്കിൽ അഖിൽ. ഇത് 2 പേര്. അതല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബേസിൽ, അല്ലെങ്കിൽ എൽദോസ്, അല്ലെങ്കിൽ ജോസഫ്. ഈ ഒരു 3 പേരാണ്. അപ്പോൾ ഗൈസ് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഏതോ ഒരുത്തൻ എൻ്റെ പേരും ഏതൊരു പെണ്ണിൻ്റെ പേരും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരവാദി ഞാനല്ല. അതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബേസ്രിയോ BSSRO അങ്ങനെ എന്നാണ്ടൊക്കെ. അവിടെ എല്ലാ പാറപ്പുറത്തെ കൂടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വന്നിരിക്കുക, കുറച്ച് നേരം കാറ്റ് ആസ്വദിക്കുക, നല്ല ശ്വസനം ശ്വസിക്കുക, തിരിച്ചു പോവുക. അതൊക്കെയാണ് സംഭവം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി പരിപാടി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതേ കാണുന്ന കോളേജ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ അവിടെ ഇങ്ങനെ ഈ മരത്തേക്കാളും ഏറ്റവും കൂടുതൽ അധികമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ടവർ
പിന്നെ ഇതുപോലെ പൊങ്ങി വരുന്ന പുകക്കുഴലുകൾ. ഫോണിൻ്റെ ടവറാണ് അവിടെ. 1 2 3 4 5 6 7 8 9 10 കുറേ ഉണ്ട് ഗൈസ്. അതൊക്കെയാണ് ഈ ഒരു നമ്മൾ മലയുടെ മണ്ടയ്ക്ക് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റുന്നൊരു വ്യൂ. എന്തായാലും ഞാൻ എന്തായാലും ഇനി പോണ വഴിക്ക് ഞാൻ കയറി വന്ന സ്ഥലം കൂടെ അല്ലെങ്കിൽ വഴിയും കൂടെ ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന വഴി ഈ കാണുന്നതാണ്. അല്ല കയറിപ്പോയ വഴി ഈ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് എങ്ങോട്ടും കൂടെ ചെറിയൊരു വഴിയുണ്ട് ഗൈസ്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കി വെച്ച് വരാം എന്താണ്. ഇതിലേയും താഴേക്ക് ഇറങ്ങി പോകുന്നൊരു വഴിയുണ്ട്. അപ്പോൾ തൊണ്ടയ്ക്ക് വേദനയൊക്കെ ആയി തുടങ്ങി, എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ കുറേ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ എല്ലായിടത്തും പേരാണ് ഗൈസ്. എന്തിനാണെന്ന് അറിയത്തില്ല. ഇവിടെ എനിക്ക് തോന്നുന്ന പശുവിനെയൊക്കെ കെട്ടുന്ന സ്ഥലമാണ് തോന്നുന്നു. കുറേ ജീവനില്ലാത്ത പശു പുല്ലൊക്കെ കിടപ്പുണ്ട്. എന്തായാലും നമ്മളെവിടെയും കയറി. ഇവിടെ എങ്ങും ഒന്നുമില്ല ഗൈസ്. അയ്യേ നമ്മൾ ചമ്മിപ്പോയി. ഇവിടെ ഒരു വിജനമായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ വേണം പറയാം. വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ തന്നെ ഇറങ്ങി പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് ഗൈസ്. അപ്പോൾ ഇതിൽ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു താഴെ ഒരു ചെറിയൊരു കടയുണ്ട് ഇത് അവിടെയായിട്ട്. ആ കടയുടെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പോയിൻ്റ്. ഈ തേക്ക് വേണേൽ ഓർമ്മയിൽ വെച്ചു വരാനുള്ളവരൊക്കെ ഈ തേക്കിനെ ലക്ഷ്യമാക്കി വരിക. എന്നിട്ട് ഇതിലിങ്ങനെ കയറി വരിക. അപ്പോൾ ഞാൻ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്, കയറി വരുമല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഇതിൽ വന്നിട്ട് ഇതിലും കയറി ചെന്നാൽ മതി. ഇതാണ് ഏരിയ. അപ്പോൾ ഇതിലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു തേക്ക് മാത്രമേ കാണാനുള്ളൂ. ആ തേക്കിൻ്റെ ഇടവഴി കൂടെ നമ്മളിങ്ങനെ വെള്ളക്ക് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊയ്യാലിമലയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ചെയ്ത വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണേ. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.